പ്ലാനൊക്കെ മാറ്റില്ല. അതേപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് മാറിപ്പോയൊരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. മുഖം കാണിച്ചാ അയ്യോ അവൾ മുഖം കാണിച്ചേ ഒത്തിരി പോയാ പൗഡർ മുഖം കാണിച്ച് തോട്ടാ മുഖം. എവിടെ പോണേ അവൻ്റെ സന്തോഷം വേറെ ഒന്നും കൊണ്ടല്ല, പാർക്കിൽ പോകുന്ന പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മഴ അതങ്ങ് കൊണ്ടുപോയി. പാവം കൊച്ചത് അറിഞ്ഞതുമില്ല. ദോശ കഴിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ പോയത്. പക്ഷെ അവർ നമുക്കിവിടെ കൂടെ ഒരു അപ്പൂപ്പൻ്റെ റൂം അല്ല ഹാൾ, ഇവിടെ കൂടെ കുനിഞ്ഞു പോകണം. വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ തുണിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഭയങ്കര മഴ. ഒരു പേടിയുണ്ട് ഈ മഴ കാരണം ഇനി പോകാൻ പറ്റാതിരിക്കുമെന്നൊക്കെ. പിന്നെ കുറച്ച് നേരം എൻ്റെ അനിയത്തി വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തു. ഞാൻ ചിരിയൊക്കെ പസൊക്കെ അവിടെ പോയി നിൽക്കുകയാണ്. കുഞ്ഞ് വീട്ടിൻ്റെ ചാവിയൊക്കെ എൻ്റെ തന്നിട്ട് പറഞ്ഞു നമ്മൾ ഇറങ്ങുമ്പോൾ പൂട്ടണം, കൊച്ചു ഹായൊക്കെ തന്നിട്ട് പോകണം. ഞാൻ ഓക്കെ ഇടാണ്, ഞാൻ പൂട്ടാം. എന്നിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. കുഞ്ഞൂസും അച്ചും കൂടെ ഒരു വണ്ടിയിൽ വരാമെന്നും ഞാനും കൊച്ചിനും ഒരു വണ്ടിയായിരുന്നു പ്ലാൻ. അങ്ങനെ അവൻ നേരത്തെ തന്നെ പോയി കുഞ്ഞാടെ വണ്ടിയിൽ കയറി സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ട് അങ്ങ് നിൽക്കുകയാണ്. ഞാനല്ല, എൻ്റെ അനിയത്തി വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. ഞാൻ അത് അകത്ത് ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ എന്നെ കാണാൻ പറ്റും. ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൊച്ചി ഇറങ്ങിയിട്ട് പിറകെ ഗേറ്റും പൂട്ടിയിട്ട് ഇറങ്ങുന്നതായിരുന്നു പ്ലാൻ. ഓണാക്കി വണ്ടി ഓണാവില്ല. പിന്നെ എന്തൊക്കെയോ ചെയ്ത് ഓണാക്കി കേട്ടോ. കുഞ്ഞ് വെളിയിലൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതായി ഇറങ്ങി. ഞാനും അപ്പോൾ പുറകെ ഇറങ്ങിയിട്ട് ഗേറ്റ് പൂട്ടാമെന്ന് വിചാരിച്ച് അത് വിചാരിച്ചു. പക്ഷേ ഇത് പൂട്ടാൻ പറ്റണില്ല, ഭയങ്കര പാട്. അവസാനം ഞാൻ പറഞ്ഞു അച്ചു നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവളെ വിളിച്ച് അവളെ കൊണ്ട് നോക്കി. എന്നിട്ട് ഒരു രക്ഷയും. കുഞ്ഞ ഇറങ്ങണം നടപ്പോ പറ്റി അങ്ങോട്ട് ഓക്കെ ആയില്ലേ കുഞ്ഞ വീട്ടിൽ കയറണം ഒന്ന് കുറ്റി പറയുന്നു. ഗേറ്റ് താനെ അടയുന്ന പ്രതിഭാസം ഇല്ല ഗേറ്റെ കൂട്ടിക്ക എന്റെ കയ്യിൽ വലിയ കല്ല് പിടിച്ചോ. വീഡിയോ പിടിക്കുന്നതല്ല, ഭയങ്കര നാണം വരുന്നത്, അതാണ് വിഷയം. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് തങ്കച്ചേച്ചിയുടെ അവിടെ നിർത്തിയേട്ടോ. അപ്പോൾ ഉണ്ണിയും കൂടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിർത്തി. അച്ചു പോയത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് തലയിൽ കാക്കത്തൂറി ഗൈസ്. എനിക്ക് കിട്ടാനുള്ളതാണ് അവൾക്ക് കിട്ടിയത്. വിത്തി എന്ത് പറയാം, മര്യാദയ്ക്ക് ഞാൻ പോയപ്പം രണ്ടാമത് പോയി കയറിയതാണ്, അങ്ങനെ അവൾക്ക് കിട്ടിയത്. അവിടെ ഒട്ട് കുഞ്ഞ് വരുന്നുണ്ടല്ലേ, അവന് വീഡിയോയിൽ വരാൻ വേണ്ടി ഭയങ്കര അവന് നാണം. അതാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നത്. എത്ര നേരം അങ്ങനെ വണ്ടി ഓടിക്കുന്ന എനിക്ക് കാണണം. കുഴപ്പമില്ല. അവര് വലിയ സങ്കല്പത്തിൽ ഇത് ഓരോ ദോശകള്. എന്റെ ഇടയിൽ നിൽക്കുന്ന കാണുമോ? അങ്ങനെ അവസാനം നമ്മളെത്തി. ഇത് വെള്ളനാട് ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടൻപിള്ള മാമിൻ്റെ കടയിൽ നിന്ന് ഞാൻ കേട്ടുള്ളൂ, വേറെ പേരൊന്നും അവിടെ എഴുതിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. അത് അവിടുത്തെ കൊച്ചിൻ്റെ ബാക്കിൽ നിന്ന് വരണം കണ്ടില്ല. അവന് വീഡിയോയിൽ വരെ ഭയങ്കര നാണം. കൊച്ചിച്ച് അവിടെ നിന്ന് ചിരിച്ചാണ് പോണ്ട്. അങ്ങനെ നമ്മൾ കയറി. പിന്നെ കുഞ്ഞൂസ് എല്ലാവരും ദോശയുടെ എണ്ണ എടുക്കും. അങ്ങനെ പിന്നെ ദോശ ഒന്നും ചമ്മന്തി ഒന്നും രസമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കിട്ടിയേട്ടോ. കുഞ്ഞൂസാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്ന് കഴിപ്പുണ്ടായിരുന്നു. അവൻ ഇനി പാർക്കിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് കൊച്ച്. അങ്ങനെ പിന്നെ എനിക്കൊരു രസം ഇവിടെ കിട്ടി, എൻ്റെ അനിയത്തിക്കും കിട്ടി. പിന്നെ കുഞ്ഞൂസിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതും പകുതി നമ്മൾ കഴിച്ചേട്ടോ. എന്നിട്ട് പിന്നെ ഓംപ്ലേറ്റ് ആണ് ഫേമസ് എന്ന് പറഞ്ഞാൽ അതും കിട്ടി. കൊച്ചിച്ച അവിടെ നിന്ന് എൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുപ്പുണ്ടായിരുന്നു. എന്നിട്ട് കറി നോക്കി പുറത്തത് ഇതുവരെ ഫോൺ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ കടയിൽ കൊള്ളായിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഹാരമൊക്കെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതേപോലെ ഓംപ്ലേറ്റ് ആണ് ഭയങ്കര ഫേമസ് എന്നാണ് കുഞ്ഞ പറഞ്ഞത്. കുഞ്ഞയ്ക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങി. അവൾ വയ്യാത്തോണ്ടൊന്നല്ല, കൊച്ചിന് ആഹാരം കഴിച്ച് വയറ് വീത്തോണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് എത്തി കഥ തുറന്ന് അകത്ത് കയറി. ഇതൊരു കുഴപ്പമില്ലായിരുന്നു. അകത്ത് കയറിയപ്പോൾ നമുക്ക് പിന്നെ ഡോർ തുറക്കാൻ പറ്റാനില്ല. അച്ഛൻ നോക്കി പറ്റിയില്ല, ഞാൻ നോക്കി പറ്റിയില്ല. കുഞ്ഞൂസ് ഒന്ന് തുറക്കുക കഥ പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നത്. അവസാനം കുഞ്ഞയുടെ കൊടുത്തു, കുഞ്ഞിക്കും പറ്റാനില്ല. പിന്നെ നമ്മൾ കളിയാക്കൊക്കെ ആയിരുന്നു, വീടിൻ്റെ ഉടമസ്ഥയ്ക്ക് തുറക്കറിഞ്ഞൂടെ. പിന്നെ അവസാനം കളത്തിൽ കൊച്ചു ചേർന്നു. അങ്ങനെ ഡോർ ഓപ്പണായി, അതേപോലെ മഴ സ്റ്റാർട്ടായി. അപ്പോൾ അത്രയുള്ളൂ.